മക്കളെ അപ്പം പേജ് നമ്പർ 85 ഒരു ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തേക്കുന്നത്. എന്താ കൊടുത്തേക്കുന്നത്? എ തേർഡ് ഓഫ് എ പീസ് ഓഫ് റോപ്പ് കട്ട് എവേ ലീവ്സ് 10 മീറ്റർ. വാട്ട് വാസ് ദ ഒറിജിനൽ ലെങ്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ എന്തുവാടാ? എടാ മക്കളെടാ ഒരു കയറടാ, ഒരു കയർ കേട്ടോ. ഒരു കയറിൻ്റെ മൊത്തവും നീളത്തിൽ നിന്നും അവനെ 3 പീസാക്കി. മൊത്തവും നീളം എക്സ് എന്ന് നിങ്ങൾ വിചാരിച്ചോ. മുഴുവൻ നീളം എക്സ്. അപ്പോൾ ഈ എക്സിനെ ഈ 3 പീസാക്കി, 3 നീളമാക്കി എന്ന് പറഞ്ഞാൽ മക്കളെടാ 3ആയിട്ട് ഭാഗിച്ചു കൊടുത്തേക്കുമല്ലേ. ഇവൻ എക്സ് ബൈ 3, ഇവൻ എക്സ് ബൈ 3, ഇവൻ എക്സ് ബൈ 3. ഉറപ്പല്ലേ? നമുക്കറിയാം ഒരു മൊത്തം കയറിൻ്റെ നീളം എക്സ് ആണെങ്കിൽ അതിനെ ഇത് എക്സ് ബൈ 3, ഇത് എക്സ് ബൈ 3, ഇത് എക്സ് ബൈ 3. ശരിയല്ലേ? ഒരെണ്ണത്തിൻ്റെ അളവ് എക്സ് ബൈ 3 വരും, ഇവിടെ എക്സ് ബൈ 3 വരും, ഇവിടെ എക്സ് ബൈ 3 വരും. ശരിയല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇവരെന്താ പറഞ്ഞേക്കുന്നേ? ആ കയറിൽ നിന്നും അതിലൊരു 1/3 ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ 1/3 ഭാഗം, ഈ 3 ഒരു ഭാഗം ഒരു ഭാഗം ഇവനെ അങ്ങ് മുറിച്ചങ്ങ് മാറ്റി. ഇവനിനി ഇല്ല. ഇവനെ മുറിച്ച് മാറ്റിയപ്പം ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ, അതായത് ഈ എക്സ് ബൈ 3യും ഈ എക്സ് ബൈ 3ത്തിൻ്റെയും ഈ 2 ഭാഗത്തിൻ്റെയും നീളം എത്ര എന്നാ പറഞ്ഞേക്കുന്നേ? 10 മീറ്റർ. അതായത് ഇവന്മാർ 2 പേരും കൂടെ കൂട്ടിയാൽ എത്ര വരും എന്നാ പറഞ്ഞേക്കുന്നേ? എത്ര വരും എന്നാ മക്കളെ പറഞ്ഞേക്കുന്നേ? 10 വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതല്ലേ മക്കളെ ഈ കഥ? ഇതിനകത്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഇവരെന്താ ചോദിച്ചേ? കയറിന് എന്ത് നീളമുണ്ടായിരുന്നു, അതായത് ഈ മുഴുവൻ കയറിന് എന്ത് നീളമുണ്ടായിരുന്നു, അതായത് എക്സ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിനെ കൂട്ടാൻ എളുപ്പമല്ലേ? ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ ഇതെങ്ങനെ കൂട്ടുന്നേ? മുകളിൽ എക്സ് പ്ലസ് എക്സ് 2x, താഴെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ എഴുതും. ശരിയല്ലേ? ഈസ് ഈക്വൽ ടു 10. എന്നിട്ട് ബൈ 3 അപ്പുറം പോയാൽ എന്താകും? നമുക്കറിയാം ബൈ 3 അപ്പുറം പോയാൽ ഇൻറ്റു 3 ആകും എന്നറിയാം. 10 ഇൻറ്റു 3. ശരിയല്ലേ? 10 ഇൻറ്റു 3 എത്ര മക്കളെ? 30 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു ഈ ഇൻറ്റു 2 അപ്പുറം പോയി എന്താകും? നമുക്ക് എക്സിൻ്റെ വിലയിൽ കണ്ടുപിടിക്കും. അപ്പോൾ എക്സിൻ്റെ കൂടെ ആരും കടന്നുകൂടല്ലോ. അപ്പോൾ ഈ 2നെ അങ്ങ് അപ്പുറം കൊണ്ടുപോകണം. ഇൻറ്റു 2 അപ്പുറം പോകുമ്പോൾ എന്താകും? അതും നമുക്കറിയാം. എന്താടാ? ഡിവൈഡഡ് ബൈ 2. അതായത് എക്സിൻ്റെ വില നമുക്ക് കിട്ടി 15 എന്ന് കിട്ടി. ഈ കയറിന് നീളം 15. ഇത്രയുള്ള മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഹാഫ് ദ മിൽക്ക് ഇൻ എ ക്യാൻ ആൻഡ് തേർഡ് ഓഫ് ദ റിമൈനിങ് വാസ് യൂസ്ഡ് അപ്പ് ആൻഡ് നൗ ദേർ ഈസ് 5 ലിറ്റർ റിമൈനിങ്. അതായത് എന്താ പറയുന്നത്? എടാ ഒരു ക്യാനടാ, ഒരു വലിയൊരു ക്യാൻ കേട്ടോ, ഒരു വലിയൊരു മണ്ടൻ ക്യാൻ. ആ ഒരു ക്യാനിന് പാലുണ്ട്. അതിൻ്റെ പകുതി എടുത്തു. പകുതി എടുത്തു കേട്ടോ. അപ്പോൾ ഈ പാലിൻ്റെ പകുതി എടുത്തു. പകുതിയിലെടുത്തിട്ട് ആ പകുതിയുടെ ഒരു പകുതി യൂസ് ചെയ്തതിന് ശേഷം മിച്ചമുള്ള പകുതിയുടെ 1/3 ഭാഗം, അതായത് എന്താ, വീണ്ടും ഇവനെ എന്താക്കി? 3 പീസാക്കി. പകുതി ഉള്ളതിനെ വീണ്ടും 3 പീസാക്കി. അങ്ങനെ പീസ് ഉള്ള 1/3 ഭാഗം 3 പീസാക്കിയിട്ട് ഒരു ഭാഗം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ബാക്കി 5 ലിറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 1 ലിറ്റർ ഒരു ഭണ്ഡാരം നിറച്ചും പാലുണ്ടായിരുന്നു. അതിൻ്റെ പകുതി എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ബാക്കി പകുതിയെ വീണ്ടും 3 പീസാക്കിയിട്ട് ഒരു പീസ് യൂസ് ചെയ്തു. അപ്പം ഇനി ബാക്കിയുള്ള പീസ് 5 ലിറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അങ്ങനെ ആകുമ്പോൾ പാത്രത്തിൽ ആദ്യം എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു വെച്ചത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പാലിനെ നമുക്ക് എക്സിന് എടുത്തൂടെ? നമുക്ക് നമുക്ക് എഴുതാം ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. മക്കളെ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്ര ഉണ്ടായിരുന്നു? നമുക്ക് എടുക്കാം എക്സ് എന്ന് എടുക്കാം. ശരിയല്ലേ? ആദ്യം എക്സ് ലിറ്റർ പാലുണ്ടായിരുന്നു. മൊത്തവും എക്സ് ഉണ്ടായിരുന്നു അല്ലേ? ഇത്രയും ലിറ്റർ പാല് എക്സ് ഉണ്ടായിരുന്നു. അവനെ പകുതിയാക്കി എന്ന് പറഞ്ഞാൽ മക്കളെ ഇത് എക്സ് ബൈ 2. ഇത്രയും ഭാഗം എക്സ് ബൈ 2 അല്ലേ? ഉറപ്പല്ലേ? ഇവനും പകുതി എക്സിൻ്റെ പകുതി, മൊത്തമുള്ള പാലിൻ്റെ പകുതി. ഈ പകുതി നമ്മൾ എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ഇനി ബാക്കിയുള്ള പകുതിയെ വീണ്ടും 3 പീസാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതെത്ര വരും എന്ന് അറിയണ്ടേ? ഈ എക്സ് ബൈ 2 പകുതി പാലിനെ വീണ്ടും 3 പീസാക്കി എന്ന് പറഞ്ഞാൽ 1/3 കൊണ്ട് ഗുണിച്ചാൽ പോരെ?
4 പീസാക്കി എന്ന് പറഞ്ഞാൽ ഇതിനെ വീണ്ടും 1/4 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 പീസാക്കി എന്ന് പറഞ്ഞാൽ 1/5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ 3 പീസല്ലേ ആക്കിയത്, അപ്പോൾ 1/3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം ഇതെത്ര എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗുണിക്കുമ്പം x × 1 x, 2 × 3 6, ഇത്രയൊക്കെ അല്ലേ. അതായത് ഇവൻ x/6 വരും, ഇവനും x/6, ഇവനും x/6. x/2 എന്ന് പാലിനെ 3 പീസാക്കിയാൽ ഓരോ പീസും x/6 വരും ആണേ. ഇനി ഇവർ പറഞ്ഞേക്കോതാ ഒരു ഭാഗം 3-1 ഭാഗം യൂസ് ചെയ്തെന്നില്ലേ പറഞ്ഞേ. ഇവനെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവനെ യൂസ് ചെയ്തപ്പം ബാക്കി എത്ര ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നേ? ബാക്കി 5 ലിറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നേ. അതായത് ഈ x/6ഉം ഈ x/6ഉം കൂടെ കൂട്ടിയാൽ എത്ര വരുമെന്ന് അവർ പറഞ്ഞേക്കുന്നേ? 5 വരുമെന്നില്ല മക്കളെ കഥ പറഞ്ഞേക്കുന്നത്. പറയാണ്ട് പറഞ്ഞതാണ്, നമ്മൾ കണ്ടുപിടിച്ചതാണ്, നമ്മുടെ ബുദ്ധി നമ്മൾ കണ്ടുപിടിച്ചത്, ശരിയല്ലേ? 3 പീസ് ഉണ്ടായിരുന്നു, അതിൽ ഒരു പീസ് യൂസ് ചെയ്തപ്പം ബാക്കി 5 ലിറ്ററും ബാക്കി ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവനും കൂടെ കൂട്ടിയാൽ 5 വരുമെന്ന് മനസ്സിലായി. ഇതെങ്ങനെ മക്കളെ ചെയ്യുന്നത്? x + x, ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പം 2x ഡിനോമിനേറ്റർ സെയിം ആണ്, അതുപോലെ എഴുതും. 5 എഴുതും. ഇനി ബാക്കി എങ്ങനെ മക്കളെ പറ? 2x അവിടെ ഇട്ടിട്ട് /6 അപ്പുറം എന്താകും? നമുക്കറിയാം 2x അവിടെ ഇട്ടു, /6 അപ്പുറം എന്താകും? നമുക്കറിയാം × 6 ആവും അറിയാം. അപ്പം 2x = 6 × 30. അപ്പം x = ഈ 2 അപ്പുറം എന്താകും കൂടാ? ഡിവിഷൻ 30/2. അതായത് x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടൂടാ? 15 എന്ന് കിട്ടും. ലിറ്റർ പാലുണ്ടായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ വേണം കണക്ക് ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം ഉണ്ടാവില്ലേ. ക്വസ്റ്റ്യൻ്റെ അകത്ത് കിടക്കുന്ന കഥ കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും അതിൻ്റെ അകത്ത് കഥയുണ്ട്. മനസ്സിലായോ? എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും കഥയുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് കഥ കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലായോ? അപ്പോൾ നമ്മളിന്ന് പഠിച്ച 2 കണക്കുകളാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുട്ടി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, എന്ത് ഡൗട്ടുകളും ചോദിക്കണം, അപ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ശരിടാ.